നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ആകിലു റിബാ വമുകിലുഹു വകാതിബുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവർ, പലിശ തിന്നുന്നവർ, അത് തീറ്റിക്കുന്നവർ, അതിന് വേണ്ടി എഴുതാൻ നിൽക്കുന്നവർ, ആ പലിശയുമായി ബന്ധപ്പെട്ട് സാക്ഷികളായി നിൽക്കുന്നവർ, കുല്ലുഹും ഫിന്നാർ, സർവരും നരകത്തിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒക്കെ നരകത്തിന്റെ കവാടം തുറക്കുന്ന പണിയാണ്. പലിശയുമായി ബന്ധപ്പെട്ടവർ, അത് എഴുതാൻ നിൽക്കുന്നവർ, പറഞ്ഞാൽ ബാങ്കുമായി ബന്ധപ്പെട്ട ജോലി നിൽക്കുന്നവർ, നാളെ മാറാം മറ്റന്നാൾ മാറാന്നൊക്കെ പറഞ്ഞു നല്ല ശമ്പളമുണ്ട്, കുഴപ്പമൊന്നുമില്ല, വേണ്ട അത് ഒഴിവാക്കി ഗുണമില്ല, അത് ഒഴിവായിക്കോ. പലിശയുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്. ആ എഴുത്തും കുത്തുമൊക്കെ നടത്തലൊന്നും ഇത്ര റാഹത്തല്ല, അതിന് സാക്ഷി നിൽക്കുക. കുല്ലുഹും ഫിന്നാർ, സർവരും നരകത്തിന്റെ കവാടം തുറന്നിരിക്കുന്നു, നരകത്തിലേക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നോക്കിയിട്ടൊന്ന് ചിന്തിക്കൽ, നമുക്കൊന്ന് ഇനിയൊന്ന് മാറി ചിന്തിക്കണ്ടേ, നമുക്കൊന്ന് നന്നാവണ്ടേ സഹോദരങ്ങളെ. സമ്പത്തിന്റെ വിഷയത്തിൽ ഒരു സൂക്ഷ്മത വെക്കണ്ടേ, നമുക്കൊന്ന് സാലിഹായ ജീവിതം നയിക്കണ്ടേ, നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ, സ്വർഗത്തിൽ നമുക്ക് വസിക്കണ്ടേ, ഈ ദുനിയാവിനോടുള്ള ഭ്രമം നമുക്കൊന്ന് കുറച്ചു കൊണ്ടുവരണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതിക ലോകത്തോടുള്ള വിരക്തിയെ കുറിച്ച് സ്വഹാബത്തിന് പറഞ്ഞ് അവസാന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ ലക്ഷ്യം വെച്ചു അവരുടെ വരി ഉടച്ചു കളയാൻ, അഥവാ വികാരം ഉടച്ചു കളയാൻ, വൃഷ്ണങ്ങൾ ഉടയ്ക്കുക, മൃഗത്തിനുടയ്ക്കുന്നത് പോലെ വൃഷ്ണം ഉടച്ചു കളയുക. സഹാബത്തിലെ ചില ആളുകൾ അങ്ങനെ ചിന്തിച്ചു പോയി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അറിഞ്ഞു. നബി തങ്ങൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുതേ, ഞാൻ രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യും, രാത്രിയിൽ നിസ്കരിക്കുകയും ചെയ്യും. നബി തങ്ങൾ അവർക്ക് കൊടുത്ത വാക്കാണ്. പറഞ്ഞാൽ മനുഷ്യനൊരു സ്വന്തം ശരീരത്തോട് ഹക്കുണ്ട്. രാത്രിയിൽ അവൻ ഉറങ്ങണം, ഒക്കെ ഒളിച്ച് ഫുള്ളായിട്ട് ഇബാദത്ത് എടുക്കാൻ അല്ലാഹുവും റസൂലും പറയുന്നില്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്, നന്നാവണമെന്ന് ലക്ഷ്യം വെച്ച് സൂഫി സരണയിലേക്ക് പോകാൻ വേണ്ടി അവൻ 24 മണിക്കൂർ അല്ലാഹ് എന്ന് ലയിച്ചുകൊണ്ട് എപ്പോഴും ഇബാദത്തിലായി കഴിയും. അത് വേണ്ട, രാത്രിയിൽ അല്പസമയം നീ ഒന്ന് ഉറക്കമുളയ്ക്കും, അല്പസമയം നീ ഉറക്കമുളച്ചിട്ട് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കുക, തഹജ്ജുദ് നമസ്കരിക്കുന്ന ഡെയിലി, അത് നിനക്ക് ഉണർവേഗം, കൂടുതൽ ഉന്മേഷമാകും. റമളാൻ വരുമ്പോൾ തറാവീഹ് നമസ്കരിക്കുന്നതിലേക്ക്. എന്നിട്ട് നീ ഒരല്പം 1/3 ഭാഗം നീ ഉറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ രാത്രിയെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 1/3 എന്റെ കുടുംബത്തിന് വേണ്ടി, 1/3 അല്ലാഹുവിന് വേണ്ടി, 1/3 എന്റെ ശരീരത്തിന് വേണ്ടി, ഉറക്കത്തിന് വേണ്ടി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ആ ഒരു ശൈലി വരണം. റമളാൻ വരികയാണ്, റമളാന് മുന്നോടിയായിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ മെരുക്കിയെടുക്കണം. രാത്രിയിൽ ഒരു 1/3 ഭാഗം നമ്മൾ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കണം. എങ്ങനെ? ദിക്റിലായി 1 മണിക്കൂർ നമ്മൾ അല്ലാഹുവിനെ ദിക്റിന് വേണ്ടി നമ്മൾ കൊണ്ടുവരും. നമ്മുടെ ഹൃദയം നന്നാവണ്ടേ, നമ്മുടെ ശരീര ശുദ്ധിയാവണ്ടേ, ദുനിയാവിനോടുള്ള ഒരു വിരക്തി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണ്ടേ, അല്ലാഹ് എന്ന ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരും. അല്ലാഹ് എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ. എപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ആകട്ടെ, ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ഇശാ നമസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂർ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് സൂഫിയാക്കളുടെ പാതയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇശായ്ക്ക് ശേഷം അവർക്ക് സംസാരം തന്നെ. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഭാഷണമുള്ളത്, സംസാരമുള്ളത് ഇശ കഴിഞ്ഞിട്ടാണ്. രാത്രിയിലുള്ള സംസാരമാണ്. മഗ്രിബ് മുതൽ ഇശ വരെ, ഇശ കഴിഞ്ഞ് സുബഹി വരെ നമ്മൾ അങ്ങനെ ഇരുന്ന് വർത്താനം പറയാം. ഏതെങ്കിലും റോഡിനരികിൽ നിന്നിട്ട് വർത്താനം പറയുന്നു, കൂട്ടുകാരുമായി കഥ പറയുന്നു, ഫോണിലൂടെ സംസാരിക്കുന്നു, നേരം വെളുക്കുന്നവരെ കിന്നാരം പറയുന്നു, ദുന്യവിയായ സംസാരം, കവിതാക്കൾ പരസ്പരം ഫോൺ വിളിക്കുന്നു. ഇതൊക്കെ ഈ ഭൗതിക ലോകത്ത് നടക്കുകയാണ്. അല്ലാഹു ആക്കട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ താല്പര്യം അതിനോടാണ് വെക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സംസാരം ഉപേക്ഷിക്കണേ, സംസാരം കുറയ്ക്കണേ. ബുദ്ധിമാന്മാരുടെ ലക്ഷ്യം സംസാരം കുറയ്ക്കലാണ്. നല്ല ബുദ്ധിയുള്ളവനാണ്, പൂർണ്ണ ബുദ്ധിയുള്ളവനാണ് എന്നതിന് തെളിവെന്തെന്നറിയോ? അവൻ ആവശ്യമില്ലാത്ത സംസാരം ഉണ്ടാവില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ ഇടപെടൂല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ സംസാരിക്കില്ല. എല്ലാത്തിനും ഒരു മിതത്വമുണ്ട്. കൂടുതൽ സംസാരിക്കുന്നവൻ നമ്മൾ മനസ്സിലായിക്കോ, പടുവിട്ടിയാണ്, ദുനിയാവിനോട് അമിതമാകുന്ന ഭ്രമമുള്ളവൻ.
ഇന്നത്തെ സമൂഹം ബലവെക്കുന്നവരെയാണ്, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്നവരെയാണ്. 10 ആള് കൂടുമ്പോൾ മിണ്ടാതിരിക്കുന്നവനോട് പറയും അവൻ ആ വിഷയത്തിലൊന്നും വിവരമില്ല എന്ന് പറയാം. പക്ഷേ അവനാണ് ആഖിറത്തിൽ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവനെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സാലിഹ്യങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന് ഒരു ഒട്ടകമുണ്ടായിരുന്നു. കാനത്ത് നാഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഖദ്ബാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഒട്ടകത്തിന്റെ നാമമാണ് ഖദ്ബാ എന്ന പേരുള്ള ഒട്ടകമുണ്ടായിരുന്നു. ലാ തുസ്ബഖൂ. ആ ഒട്ടകത്തെ മുൻകടക്കാൻ മദീനയിൽ ഒരു ഒട്ടകത്തിനും സാധിച്ചിരുന്നില്ല. അങ്ങനത്തെ ഒരു ഒട്ടകം, ഒരു നേതാവിന് വേണ്ടുന്ന രീതിക്കുള്ള ഒരു വാഹനം. അങ്ങനെയല്ല, നമുക്കൊക്കെ ഒരു നേതാവ് ഉണ്ടാകും. അല്ലാഹു നമ്മുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ആക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നേതൃത്വം, നമ്മുടെ ഉസ്താദുമാർ, അവരുടെ വാഹനം നമുക്ക് വലിയ ഇഷ്ടമുണ്ടാവും. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആള് നമ്മുടെ നേതാവിന്റെ വാഹനം എപ്പോഴും ഫ്രണ്ടിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കും. അത് നല്ലൊരു വാഹനമാകാൻ നമ്മൾ ആഗ്രഹിക്കും. നേതൃത്വത്തെ ആഗ്രഹിക്കുന്നവർ അത് നല്ലൊരു വാഹനമാകാനും ആഗ്രഹിക്കും. ആ വാഹനം മറ്റുള്ളവരുടെ വാഹനത്തെക്കാൾ മുൻപ് നിൽക്കുന്നതും ആഗ്രഹിക്കും. അത് അണികളുടെ സ്വാഭാവികമായ ഒരു മാനസിക ഒരു സന്തോഷം. അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകവും അങ്ങനെ തന്നെയാണ്. ഒട്ടകത്തിന്റെ പേര് ഖദ്ബാ എന്നാണ്. എന്താണ് പേര്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം ലാ തുസ്ബഖൂ. ആ ഒട്ടകത്തെ മുൻകടക്കാൻ മദീനയിൽ ഒരു ഒട്ടകത്തിനും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഫജാഅ അറാബിയുൻ ബിനാഖത്തിൽ ലഹു. അറാബിയായ ഒരു ഗ്രാമീണനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒട്ടകവുമായി കടന്നു വരുകയാണ്. ഫസബഖഹാ ലഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തേക്കാൾ ഈ ഒട്ടകം നടത്തത്തിലും ഇരുത്തത്തിലും നടത്തത്തിലും ഓട്ടത്തിലുമൊക്കെ മുൻകടക്കാൻ തുടങ്ങി. എല്ലാ കാര്യത്തിലും നബിയുടെ ഒട്ടകം പോകുന്നതിന് മുന്നിലൂടെ ഇത് ഓടും. നബിയുടെ ഒട്ടകം നടക്കുന്നതിന് മുന്നിലൂടെ നടക്കും. ഭയങ്കര സ്പീഡായി ഈ അറാബിയുടെ ഒട്ടകം. ഉടനെ സ്വഹാബത്തിന് വല്ലാത്ത വിഷമമായി, ദുഃഖമായി. സ്വഹാബത്തിൽ പലരും കരുതി ഒട്ടകത്തെ നമുക്കൊന്ന് കൊന്നുകളയണം, ഒട്ടകത്തിന്റെ ഉടമയെ നമുക്കൊന്ന് പേടിപ്പിച്ചു വിടണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ നടക്കുന്ന ഒരു ഒട്ടകമല്ലയോ, ഈ ഒട്ടകത്തെ നമുക്കൊന്ന് കൊന്നുകളയണമെന്നുള്ള നിയ്യത്ത് വെക്കുകയാണ്. തുടക്ക കാലഘട്ടമാണ്. തങ്ങൾ ഉടനെ അവരെ വിളിച്ചിട്ട് അവരോടായി പറയുകയാണ്, പാടില്ല പാടില്ല പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തൊരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഏത് വസ്തുവും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിനെ അണയാനുള്ള സാഹചര്യം അല്ലാഹു ഒരുക്കി കൊടുക്കുന്നതാണ്. ഒരു വസ്തു പരിപൂർണമായി പൂർണ്ണതലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് പിറ്റേ ദിവസം മുതൽ അത് ചുരുങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ്. 14-ാം ചന്ദ്രനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹാബാ, ഈ ചന്ദ്രൻ നാളെ മുതൽ ഇതിന്റെ പ്രകാശത്തിന്റെ ശോണിമ കുറഞ്ഞു വരുകയാണ്. പരിപൂർണമായി വളർന്നു നൽകുന്ന ഈ ചന്ദ്രൻ നാളെ മുതൽ ഇതൊന്ന് ചുരുങ്ങി നേർഗയായി വരുന്നത് കാണുന്നില്ലയോ? ഇത് പടച്ചറപ്പിന്റെ പതിവിൽപ്പെട്ടതാണ്. ഇത് ഭൗതിക ലോകത്തിന്റെ പ്രതിഭാസമാണ്. മുഹമ്മദിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഒരു പാവപ്പെട്ട അറാബിയായ ഗ്രാമീണനായ മനുഷ്യന്റെ ഒട്ടകം മുന്നിലൂടെ കടന്നുപോയതിന്റെ പേരിൽ ആ ഒട്ടകത്തിന്റെ മുതലാളിയെയോ അടിക്കാനോ തൊഴിക്കാനോ ശകാരിക്കാനോ വകവരുത്താനോ നിങ്ങൾ തുനിയരുതേ. പാടില്ല സഹാബ, പാടില്ല സഹാബ. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരിക്കലും പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഭൗതിക ലോകത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബ, ദുനിയാവിനോടുള്ള അമിതമാകുന്ന ഭ്രമം വെച്ചാൽ അവൻ എത്തിച്ചേരുന്നത് നരകത്തിലാണ്.
ഭൗതിക ലോകത്തോട് അമിതമായ താല്പര്യം നേരെ എത്തിക്കുക നരകത്തിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏത് നരകം? എല്ലാ വെള്ളിയാഴ്ചയും ഇമാം മിമ്പറിൽ കയറിക്കൊണ്ട് അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ എന്ന് ദുആ ചെയ്ത നരകത്തിൽ, അതേ നരകത്തിൽ കൊണ്ടുപോയി അതേ നരകത്തിൽ കൊണ്ടുപോയി ദുനിയാവിനോട് ഭ്രമം വെച്ചാൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖുർആനാണ്, വെറുതെ അല്ല, വിശുദ്ധ ഖുർആനാണ്. بسم الله الرحمن الرحيم إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا لغافلون أولئك مأواهم جهنم بما كانوا പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തി ദുനിയാ. തീർച്ചയായും നമ്മളെ അഥവാ അല്ലാഹുവിനെ നാളെ ആഖിറത്തിൽ കാണണമെന്ന് ലക്ഷ്യം വെക്കാത്തവർ ഈ ദുനിയാവിന്റെ അമിതമാകുന്ന ഭ്രമത്തിൽ താല്പര്യത്തിൽ മുഴുകി കൂടിയതാകുന്ന ആളുകൾ തീർച്ചയായും ഉലൈക മഅവാഹും ജഹന്നം, അവരുടെ അഭയ കേന്ദ്രം ജഹന്നമാണ്, നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. കേന്ദ്രം ജഹന്നമാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് ജനകോടികൾ മുഴുവൻ മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക് അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. നരകത്തെ കാക്കുന്ന മലക്കിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക് അലൈഹിസ്സലാമിനോട് പറയുകയാ, യാ മാലികു ഖദ് അമറ റബ്ബുക അൻ തഹ്ളുറ ബി ജഹന്നമ. അല്ലയോ മാലിക്കേ, മാലിക്കേ, നീ തീർച്ചയായും നരകവുമായി കടന്നു വരണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിടുകയാണ്. ജിബ്രീൽ ചെന്നുകൊണ്ട് മാലിക് അലൈഹിസ്സലാമിനോട് പറയുകയാ, മാലിക്കേ, മാലിക്കേ, അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാ, ഈ നരകത്തെ വലിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് കടന്നു വരണേ. ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ രംഗത്തെ പറ്റി ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ, വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയ, എല്ലാ സമുദായവും മുട്ടിൽ കെട്ടിക്കൊണ്ട് റബ്ബിന്റെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ, ജിബ്രീലേ, ജിബ്രീലേ, നീ പോയിട്ട് മാലിക്കിനോട് പറയണം നരകവുമായിട്ട് കടന്നു വരാൻ. വിചാരണ തുടങ്ങാൻ പോയാണ്, മഹ്ശറയുടെ വിചാരണ തുടങ്ങാൻ പോയാണ്. ലോകാവസാനം സംഭവിച്ചിരിക്കുകയാണ്. ഈ ദുനിയാവിലെ കണ്ടുകുടിച്ച് രസിച്ച് രമിച്ച് അഭിരമിച്ച് ജീവിച്ചവർക്ക് മുഴുവനും ആസ്വാദനത്തിന്റെ ലോകമല്ല നൽകപ്പെടുന്നത്. ഇനി പ്രയാസമാകുന്ന സങ്കീർണമായ വിചാരണയുടെ ഘട്ടമാണ്, ഘട്ടമാണ് ആലമുൽ മഹ്ശർ, നാലാമത്തെ ലോകമാണ്, ലോകമാണ്. മാലിക് അലൈഹിസ്സലാം ചെന്നുകൊണ്ട് പറയുകയാ, അല്ലയോ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, മാലിക്കേ, നരകത്തെ കൊണ്ടുവരണേ മാലിക്കേ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, റബ്ബിന്റെ കൽപ്പനയാണ്, കൽപ്പനയാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്. നരകവുമായിട്ട് ഉടനെ മാലിക് അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അയ്യു യൗമിൻ ഹാദാ യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, ഇതേത് ദിവസമാണ്, ഏത് ദിവസമാണ്, ഇതേതാണ് ഈ ദിവസം? ഉടനെ ജിബ്രീൽ പറയുകയാണ്, ഹാദാ യൗമുൽ ഖിയാമ യൗമുൽ ഹസറതി വന്നദാമ.
ഇതാണ് ലോകാവസാനം, ഇതാണ് ഖിയാമത്ത് നാൾ. ലോകത്തുള്ള സർവ്വജനങ്ങളും ഇതുണ്ടാവില്ല എന്ന് കരുതിക്കൊണ്ട് അഭിരമിച്ചവരാണ് ഈ ദുനിയാവിൽ, ആസ്വദിച്ചവരാണ് ഈ ദുനിയാവിൽ. കടിച്ചും രസിച്ചും സിനിമ കണ്ടും IPL കളി കണ്ടുകൊണ്ടും റമളാൻ മാസത്തിന്റെ അമലുകളെ നിഷ്ഫലമാക്കിക്കൊണ്ടും കഴിഞ്ഞവരാണ്. സിനിമ കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ്, സീരിയല് കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ്, കള്ളു കുടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ്, വ്യഭിചരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണ്. മോശമായ ശൈലിയിൽ ഈ ദുനിയാവിൽ കഴിഞ്ഞുകൂടിയ സമൂഹമേ, ആ ജനങ്ങൾ പോലും വിശ്വസിക്കാത്ത ലോകാവസാനമാണ്, അവസാനമാണ്. യൗമൽ ഖിയാമ യൗമൽ ഹസറതി വന്നദാമ. നഊദു ബില്ലാഹ്. ദുഃഖത്തിന്റെ ദിവസമാണ്, വിരഹത്തിന്റെ ദിവസമാണ്, പ്രയാസത്തിന്റെ ദിവസമാണ്. അല്ലയോ മാലിക്കേ, ഇതാണ് ലോകാവസാനം. ഉടനെ മാലിക് അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അഹ്ളറല്ലാഹുൽ ഖലായിക കുല്ലിഹിം, എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ അടുക്കൽ ഹാജരായിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാമിനോടുള്ള ചോദ്യമാണ്. കാരണം സർവരും വന്നിട്ട് ഈ മാലിക് നരകവുമായി കടന്നു വരൂ. വല്ലാത്ത രംഗമാണ് മഹ്ശറ, വല്ലാത്ത രംഗമാണ് മഹ്ശറ. ചിന്തിക്കണേ, ചിന്തിക്കണേ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പേരും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? അഹ്ളറല്ലാഹുൽ ഖലായിക കുല്ലിഹിം, എല്ലാ സൃഷ്ടികളും ഹാജരായിട്ടുണ്ടോ? ഹാജരായിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ചോദിക്കാൻ. ഉടനെ മാലിക് അലൈഹിസ്സലാം പറഞ്ഞോട് മറുപടി നൽകുകയാണ്, നാം ഉണ്ട്, ഉണ്ട് മാലിക്കേ, ഉണ്ട് മാലിക്കേ, സർവരും ഹാജരായിട്ടുണ്ട്. മാലിക് അലൈഹിസ്സലാം എടുത്തു ചോദിക്കുന്നു, ഐന മുഹമ്മദുൻ വദുരിയതുഹു, അല്ലാഹുവിന്റെ റസൂലാകുന്ന മുഹമ്മദും അവിടുത്തെ സമുദായവും എവിടെയാണ്? എവിടെയാണ്? അവരും വന്നിട്ടുണ്ടോ? മുഹമ്മദ് നബിയും സമുദായവും മക്കളും വന്നിട്ടുണ്ടോ? പ്രത്യേകം എടുത്തു ചോദിക്കും, പ്രത്യേകം എടുത്തു ചോദിക്കും മാലിക് അലൈഹിസ്സലാം നമ്മളെ പറ്റി. ഉടനെ മാലിക് അലൈഹിസ്സലാം മറുപടി നൽകുകയാണ്, ജിബ്രീൽ കൊടുക്കുന്ന മറുപടി, വഹും ആഖിഫൂന ബൈന യദയിൽ ജബ്ബാർ, എല്ലാരും വന്നിട്ടുണ്ട് മാലിക്കേ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറയുകയാ, ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുമത്രേ, മാലിക്കേ, മുഹമ്മദ് നബിയും അവിടുത്തെ സമുദായവും വന്നിട്ടുണ്ട് മാലിക്കേ, നീ കടന്നു വരിക, കടന്നു വരിക. അപ്പോഴും കടന്നു വരൂല. മാലിക് അലൈഹിസ്സലാം നരകത്തെ കാക്കുന്ന മലക്കാണ്. അദ്ദേഹം ഉടനെ വീണ്ടും പറയും, കൈഫ യസ്തതിയൂൻ അയസ്ബിറു അലന്നാർ ഇദാ ഖറബതു ഇലൈഹിം നാറ ജഹന്നമ. കത്തിച്ചൊലിക്കുന്ന ജഹന്നമാകുന്ന നരകം ഞാൻ അവരിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് അവർക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുക? അവർക്കത് ആസ്വദിക്കാൻ പറ്റുകയില്ലല്ലോ. അവർ ബുദ്ധിമുട്ടുകയില്ലേ, അവർ പ്രയാസപ്പെടുകയില്ലേ? ഞാൻ ഈ ജഹന്നമാകുന്ന നരകത്തെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നാൽ എങ്ങനെ മുത്തുനബിയുടെ സമുദായം അത് തങ്ങി നിൽക്കും? എങ്ങനെ അവർക്ക് താങ്ങാൻ സാധിക്കും? അവർ പാപികളും ബലഹീനരും, തീർത്തും ബലഹീനരായ ആളുകളല്ലേ. കാരണം മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നമുക്ക് ആരോഗ്യമൊന്നുമില്ല. മുൻഗാമികളെ ആദ് സമൂദ് ഗോത്രക്കാരായിരുന്നു മുൻഗാമികൾ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അതിശക്തന്മാരല്ലേ. ഖുർആൻ അവരെ പറ്റി പറഞ്ഞില്ലേ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد. ഭയങ്കര അജാനബാഹുക്കളായിരുന്നു ആദ് സമൂദ് ഗോത്രം. ഭയങ്കര അതിശക്തന്മാർ, മല്ലന്മാർ.
അവർക്കൊക്കെ ഭയങ്കര കഴിവാണ്. കാരണം പാറ തുരന്നിട്ട് അതിനുള്ളിലാണ് അവർ വസിച്ചിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലദീന ജാബു സഖറ ബിൽ വാദ്. അങ്ങനത്തെ മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നമ്മളൊക്കെ വെറും അണുക്കളാണ്. ഒന്നുമില്ല. 4 അടി 5 അടി പൊക്കമുള്ളൂ. അവരുടെ വിരലിന് വലിപ്പം പോലും നമുക്കില്ല. അങ്ങനത്തെ നമ്മളങ്ങനെ മഹ്ശറിലേക്ക് വന്ന് നിന്നാൽ ഈ നരകത്തിന്റെ ചൂട് എങ്ങനെ താങ്ങാൻ പറ്റും എന്ന് നരകത്തെ കാക്കുന്ന മലക്ക് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കാം. വേറെ ഒരു സമുദായത്തെ പറ്റി ചോദിക്കുന്നില്ല. മുഹമ്മദ് നബി സമുദായം വന്നിട്ടുണ്ടോ? എല്ലാരും വന്നിട്ടുണ്ടോ? ഉണ്ട്. മുഹമ്മദ് നബി മക്കളും വന്നിട്ടുണ്ടോ? ഉണ്ട്. എടുത്തു ചോദിക്കും. അവ പറയുന്നു കൈഫ യസ്തതിഊൻ അൻ യസ്ബിറു അലൻ നാരി ഇദാ ഖറബതു ഇലൈഹിം നാറ ജഹന്നം. ഈ നരകത്തെ അങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നാൽ മുത്തുനബിയുടെ സമുദായം എങ്ങനെ സഹിക്കും? അവർക്ക് ക്ഷമിക്കാൻ പറ്റുമോ? അവർക്ക് അതിനുള്ള ആരോഗ്യമുണ്ടോ? വഹുമു ദുഅഫാഉൽ മുദ്നിബൂൻ. മലിക് അലൈഹിസ്സലാം തന്നെ പറയാ, നരകത്തെ കാക്കുന്ന മലക്ക് തന്നെ പറയാ, അവർ ദോഷികളും പാപികളും ബലഹീനരുമല്ലേ, എങ്ങനെ അവർക്ക് താങ്ങാൻ പറ്റും? സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം അതിന് മറുപടിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം അനങ്ങാതെ നിൽക്കും. അപ്പം മലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുമെന്ന്. ശരിക്കും ശ്രദ്ധിച്ചോ? നല്ലതുപോലെ ശ്രദ്ധിച്ചു. ഈ ദുനിയാവിന്റെ അമിതമാകുന്ന താല്പര്യം വെച്ച് നടക്കുന്ന സഹോദര, നിനക്ക് നൽകപ്പെടുന്ന നരകത്തെ പറ്റിയാണ് ഈ പറയുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകത്തിന്റെ അടുക്കലേക്ക് നീങ്ങി നിന്നുകൊണ്ട് മാലിക് അലൈഹിസ്സലാം വിളിച്ചു പറയുമത്രേ, യാ നാർ ഖൂമി ഖൂമി, അല്ലയോ നരകമേ എഴുന്നേൽക്കണേ. ഫയഖൂൽ, നരകം എഴുന്നേൽക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വലഹാ അർബഅതു ഖവാഇം, നരകത്തിന് 4 കാലുകളുണ്ട് സഹാബ. നരകത്തിന് 4 കാലുകളുണ്ട് സഹാബ. ഇരുകാലികളാകുന്ന മനുഷ്യനെ പാഠം പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാകുന്ന നരകത്തിന് 4 കാലുകളുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫി ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം 1000 വർഷമാണ്, 1000 കൊല്ലമാണ്. നരകത്തെ വിശദീകരിക്കാൻ വിധങ്ങൾ. നരകത്തിന് എത്ര കാല്? 4 കാല്. ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം, ഒരു കാലിന്റെ അടുത്ത് നിന്ന് നല്ലൊരു കുതിര, നല്ല സ്പീഡിൽ ഓടുന്ന നല്ല ആരോഗ്യമായ ഒരു കുതിരയും വഹിച്ചുകൊണ്ട് ഒരാൾ ഓടിയാൽ 1000 വർഷമെടുക്കും അടുത്ത കാലിന്റെ അടുത്തേക്ക്. അത്ര ദൂരം. അങ്ങനത്തെ എത്ര കാലുണ്ട്? 4 കാലുണ്ട്. അപ്പൊ 4000 വർഷം എടുക്കും ഒരു കാലിൽ നിന്ന് 4ാമത്തെ കാലിലേക്ക് ഓടിയെത്താൻ. നരകത്തെ പറ്റി ആരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി. അവരൊക്കെ പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനല്ലാഹ് വ ബൈന കുല്ലി ഖായിമത്തിൻ മസീറത്തു അൽഫിആം. ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴിദൂരം 1000 വർഷം വഴിദൂരമാണ്. 1000 വർഷം വഴിദൂരമാണ് സഹാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകത്തിന് 30,000 തലകളുണ്ടത്രേ. ഓരോ തലകളിലും 30,000 വായകളുണ്ടത്രേ. ഓരോ വായകളിലും 30,000 പല്ലുകളുണ്ടത്രേ. 2 ചുണ്ടുകളുണ്ടത്രേ. മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഓരോ കടിഞ്ഞാളുകളിലും 70,000 കണക്കിന് മലക്കുകൾ ഇതാ നരകത്തെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തഫൂറു ജഹന്നമ, ജഹന്നം അങ്ങോട്ട് നരകം അങ്ങോട്ട് തിളച്ചു മറിയുകയാണ്. നരകം അങ്ങോട്ട് തിളച്ചു മറിയുമത്രേ. കാരണം ഇന്ന് വരെ വിശപ്പിന്റെ ദാഹത്തിൽ
നിലകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പോലും സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ ചൂട് കാലഘട്ടത്തിൽ ചൂട് കൂടാനുള്ള കാരണം ആ നരകത്തിന്റെ നിശ്വാസമാണ്. തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് കൂടാനുള്ള കാരണവും നരകത്തിന്റെ നിശ്വാസമാണ്. നരകത്തിലെ രണ്ട് തരം ശിക്ഷകളാണുള്ളത് സ്വഹാബ. ഒന്ന് മനുഷ്യനെ ചൂട് കൊണ്ട് ശിക്ഷിക്കുമത്രേ, മറ്റൊന്നത് കഠിനമാകുന്ന തണുപ്പ് കൊണ്ടും ശിക്ഷിക്കുമത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് മനുഷ്യർക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നരകം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അവലാദിപ്പെടുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അല്ലാഹ് അകല ബലി ബളാ 3000 കൊല്ലം നിരന്തരമായി രാപകരില്ലാതെ കത്തിച്ച് എന്റെ ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗം കാർന്ന് തിന്നുകയാണ്. അല്ലാഹ് ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അല്ലാഹ് അകല ബലി ബളാ, എന്റെ ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗം കാർന്ന് തിന്നുകയാണ്. പടച്ച റബ്ബേ, എനിക്കൊന്ന് വിശ്വസിക്കാനുള്ള അവസരം നൽകണേ. അല്ലാഹ് ഫാദിന ലഹാ ബിനഫസി. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് നിശ്വാസം കൊണ്ട്, രണ്ട് ഉച്ചസിക്കൽ കൊണ്ട് അനുമതി നൽകുകയാണ്. നഫസും ഫിശ്ശിതാ വ നഫസും ഫിസ്സൈഫ്. അത്യുഷ്ണ കാലഘട്ടത്തിൽ നരകമൊന്ന് പുറത്തേക്കൊന്ന് ഊതുമത്രേ, ഒന്ന് പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ. അത് കഠിനമാകുന്ന തണുപ്പുള്ള ശൈത്യ കാലഘട്ടത്തിലും നരകം പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ. സ്വഹാബ, ചൂടുള്ള കാലഘട്ടത്തിൽ ചൂട് കൊണ്ട് മനുഷ്യൻ വിയർത്തൊലിക്കാനുള്ള കാരണം നരകത്തിന്റെ നിശ്വാസമാണ്. മനുഷ്യ മാനവ സഹോദര, ടൈറ്റാനിയം ഗ്രൗണ്ടിൽ പാതിരാത്രി സമയത്ത് 11:30 മണിക്ക് ഒരുമിച്ച് കൂടിയവരെ, ഈ സമയത്തും വിയർത്തൊലിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ, പാതിരാത്രി സമയമായിട്ടും വിയർപ്പ് മാറാത്ത ശരീരവുമായി നിലകൊള്ളുന്ന മുസ്ലിമേ, നീ പഠിച്ചു വെക്കേണ്ട പാഠം ഓസോൺ പാളികൾ വിള്ളലുണ്ട് എന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയാലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതാണ്, ഈ ലോകത്ത് പിന്നീട് സത്യമായി സർവ്വ നിരീശ്വരവാദികളും സർവ്വയുക്തിവാദികളും സർവ്വശാസ്ത്രജ്ഞന്മാരും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നരകത്തിന്റെ നിശ്വാസമാണ്, നരകത്തിന്റെ നിശ്വാസമാണ്. ചൂടുകൂടി നിങ്ങൾ വിയർത്തൊലിക്കാനുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ്. നരകത്തിലെ തണുപ്പ് കൊണ്ടും ശിക്ഷയുണ്ട് സാബ. അതുകൊണ്ട് തണുപ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നത് തണുപ്പ് കൂടുന്നു എന്ന് പറയാറുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ്. ഹബീബായ റസൂലുള്ളാഹി ആ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്ന രംഗം സുബ്ഹാനല്ലാഹ്. നരകം അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. 4 കാലുള്ള നരകം, 30,000 തലകളുള്ള നരകം, ഓരോ തലകളിലും 30,000 വായകളുള്ള നരകം, ഓരോ വായകളിലും 30,000 പല്ലുകളുള്ള നരകം, 2 ചുണ്ടുകളുള്ള നരകം, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ച നരകം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലഹാ 70,000 സിമാം, 70,000 കടിഞ്ഞാണുകൾ പ്രത്യേകമായി നരകത്തിനുണ്ട് സാബ, പ്രത്യേകമായി നരകത്തിനുണ്ട് സാബ. 70,000 കടിഞ്ഞാണുകളുള്ളതാണ് നരകം. പഠിച്ചു വെക്കണേ സാബ. ഈ ദുനിയാവിൽ കള്ളു കുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ കണ്ട് അടിച്ചു പൊടിച്ച് രസിച്ച് രമിക്കുന്നവരെ നാളെ പാരത്രിക ലോകത്ത് വിജയക്കൊടി പാറിക്കണ്ടേ. നരകത്തിന്റെ അഖിലകാരായി പെടാതിരിക്കാൻ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നരകമെന്ന് പറഞ്ഞാൽ 2 വിറകൊള്ളികൾ കൊണ്ട് ചേർത്ത് വെച്ച് കത്തിക്കുന്നതാണെന്ന് കരുതരുതേ സാബ. വലോ ജുമിഅത ബുദ്ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ
വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. ലോകത്തുള്ള സർവ്വവൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലകാനൽ ജുസുൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. നരകത്തിൻ്റെതാകുന്ന വിറകിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് സ്വഹാബ. ലോകത്തുള്ള സർവ്വവൃക്ഷങ്ങളും സസ്യലതാദികളും മുറിച്ചൊരു മരത്തിന്റെ കഷ്ണങ്ങളാക്കി അതെല്ലാം കൂടി ഒരു ഗ്രൗണ്ടിലിട്ടുകൊണ്ട് കത്തിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അല്ലാഹു സൃഷ്ടിച്ച നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ ആ നരകത്തിന്റെ ഭീകരത എത്രയാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു നിസ്സാരമായി നരകത്തെ കാണരുതേ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ റമദാൻ ആദ്യത്തെ 10 പരിശുദ്ധമായ റഹ്മത്തിന്റെ 10, രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെ മഗ്ഫിറത്തിന്റെ 10, മൂന്നാമത്തെ 10 നരകീയ മോചനത്തിന്റെ 10. കാരണം നമസ്കരിച്ചതുകൊണ്ട് നോമ്പടിച്ചതുകൊണ്ട് കാര്യമായില്ല. ഈ നരകത്തെ തൊട്ട് കാവലൊന്ന് തേടണേ. മൂന്നാമത്തെ 10 ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകൾ. ആ രാവിൽ ഞാൻ എന്ത് ചെല്ലണം നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സഹാബ അല്ലാഹുമ്മ അത്ഖനി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നരകത്തെ തൊട്ട് കാവൽ തേടിക്കോ സഹാബ, നരകത്തെ തൊട്ട് മോചനം നൽകണേ അല്ലാഹ്, സ്വർഗ്ഗപ്രവേശനം നൽകണേ അല്ലാഹ്. കാരണം സ്വർഗം കിട്ടിയതുകൊണ്ട് കാര്യമുണ്ട്, നരകം കിട്ടിയാൽ അത് പ്രയാസമാണ്. നരകത്തെ ഒഴിവാക്കണം. ആ നരകത്തിൽ നിന്ന് പരിപൂർണമായി മുക്തമായ ജീവിതം നയിക്കാതെ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഇഅ്തികാഫിന്റെ രാവുകളിൽ ഇജാബത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളിൽ പോലും നീ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടതല്ലാ നരകീയ മോചനം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആ നരകം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നു വരികയാണ്. 70,000 മലക്കുകൾ അതാ അതിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചിരിക്കുകയാണ്. ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളുണ്ട്. ആ മലക്കുകൾ മാലിക് അലൈഹിസ്സലാമിനോടൊപ്പം ഇതാ മഹ്ശറയിലേക്ക് കടന്നു വരികയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹുവിന്റെ റസൂൽ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അംബിയാ മുർസലീങ്ങളും അവരുടെ സമുദായക്കാരും പടച്ച റബ്ബിന്റെ ദർബാറിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടി നിലകൊള്ളുമ്പോൾ നരകം അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് കടന്നു വരികയാണ്. മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമങ്ങ് കൈവിട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത രംഗമാണ് സഹാബ, വല്ലാത്ത ഭീതിതമാകുന്ന രംഗമാണ്. കോടിക്കണക്കിന് ജനകോടികൾ നിൽക്കുന്ന മഹ്ശറയിലേക്ക് ഒരിരമ്പലോടുകൂടി വല്ലാത്ത ഭീകരമാകുന്ന ശബ്ദഘോരത്തോടുകൂടി നരകമിതാ മഹ്ശറയിലേക്ക് കടന്നു വരികയാണ്. മലക്കുകളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയ ആ നരകം അതിന്റെ തീജ്വാലകൾ തെറിപ്പിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് ഒരു കപ്പൽ വന്ന് നിൽക്കുന്നത് പോലെ, വലിയൊരു കപ്പൽ വന്ന് കപ്പിത്താനില്ലാതെ വന്നുകൊണ്ട് ആടിയലയുന്നത് പോലെ മഹ്ശറയിൽ വന്നുകൊണ്ട് ആടിയുലയുകയാണ്. അവസാനമായത് ശാന്തമാവുകയാണ്. അതിൽ നിന്ന് വരുന്ന തീജ്വാലകൾ ഏറ്റുകൊണ്ട് പലരുടെയും മുഖങ്ങൾ വിവരണമാവുകയാണ്. കൊട്ടാരങ്ങളെ പോലെ ഖുർആനിന്റെ പ്രയോഗമാണ്. വലിയ വലിയ കൊട്ടാരം പോലെ തോന്നുമത്രേ ആ നരകത്തിൽ നിന്ന് വരുന്ന ചെറിയ തീജ്വാലകൾ. അത് മനുഷ്യനിലേക്ക് വന്നു വീണാൽ അവൻ ആ സെക്കൻഡിൽ തന്നെ വെന്തുരുകി മരണപ്പെട്ടു പോകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആ നരകം അവസാനം ആടിയുലഞ്ഞ് ശാന്തമാകും. എന്നിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുന്ന അല്ലാഹ് ഖല്ലി ബൈനി വ ബൈന അസ്വാജി, എനിക്കിടയിലും എന്റെ ഇണകൾക്കിടയിലും ഒന്ന് കൂട്ടിച്ചേർക്കണേ അല്ലാഹ്, ഒന്ന് ചേർത്ത് തരണേ അല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മലക്കിനോട് ചോദിക്കുകയാണ്, മലക്കുകൾ മുഖേന നരകത്തോട് ചോദിക്കുകയാണ്, വമൻ അസ്വാജുകി യാ നാർ, വമൻ അസ്വാജുകി യാ നാർ, ആരാണ് നരകമേ നിന്റെ ഇണകൾ, നീയൊന്ന് പറഞ്ഞു തരണേ. നരകം വിളിച്ചു പറയുകയാണ്, അല്ലാഹ് കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ, കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ. ഈ ദുനിയാവിൽ അഹന്ത വെച്ചുകൊണ്ട്, ഭൗതിക ലോകത്തോട് ഭ്രമം വെച്ചുകൊണ്ട്, സമ്പത്തിനോട് അധികമാകുന്ന താല്പര്യം വെച്ചുകൊണ്ട്, ഈ ദുനിയാവിൽ അഹന്തയോടുകൂടി ജീവിച്ചിട്ടുള്ളതായ ധിക്കാരികളായ സർവരെയും എനിക്ക് വേണേ അല്ലാഹ്, എനിക്ക് നൽകണേ അല്ലാഹ്. നമസ്കരിക്കാതിരുന്ന ചെറുപ്പക്കാരാ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുടങ്ങുമ്പോഴും സിനിമ കാണാൻ ഇറങ്ങി തിരിച്ച സഹോദര, റിലീസിന്റെ പടങ്ങൾ തേടി വെള്ളിയാഴ്ച സുദിനങ്ങൾ പോലും കള്ളു കുടിച്ച ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചുകൊണ്ട് നടന്ന സഹോദര, സിനിമ കണ്ടുകൊണ്ട് നടന്ന സഹോദര, റമദാനിന്റെ പകൽ നോമ്പ് പിടിക്കാതെ ആ സമയങ്ങളിൽ പോലും ഹോട്ടലിൽ തുറന്നു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്ത ചെറുപ്പക്കാരാ, മറ്റുള്ളവരെ ഭക്ഷിച്ചവരെ, ഭക്ഷിപ്പിച്ചവരെ, പുകിച്ചവരെ, കഴിഞ്ഞുകൂടിയവരെ, ആസ്വാദനത്തിന്റെ പറുദീസയിൽ അമരപ്പിച്ചവരെ, നിങ്ങളെ നരകം തേടുകയാണ്, തേടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അവരെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ലോകത്തോട് താല്പര്യം വെച്ചവരെ പിടിച്ചിടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിൽ പെടാതിരിക്കണം നമ്മൾ ഈ ദുനിയാവിൽ. അതിനുവേണ്ടിയാണ് നമ്മൾ റമദാൻ തയ്യാറെടുക്കുന്നത്. അതിനോടുള്ള ഒരു ഒരുക്കം, അതെങ്ങനെയാണ് ഒരുങ്ങുന്നത്? ശാരീരികമായി ഒരുങ്ങുക, മാനസികമായി ഒരുങ്ങുക, സാമ്പത്തികമായി ഒരുങ്ങുക, എല്ലാ മേഖലകളും ഒരുക്കാണ് റമദാൻ. ശാരീരികമായി ഒരുങ്ങൽ എങ്ങനെ? ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ച്, മാനസികമായി ഒരുങ്ങൽ എങ്ങനെ? നമസ്കാരത്തിലേക്ക് ഒന്ന് ശ്രദ്ധ ക്ഷണിച്ച്, ഇതുവരെ കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് നടന്ന പിള്ളേർ അതെല്ലാം ഒഴിവാക്കി പള്ളിയുമായി ബന്ധപ്പെടുക, മാനസിക ഒരിണക്കം. സാമ്പത്തികമായിട്ട് എങ്ങനെ? പള്ളിയിൽ വരുന്നു, കൃത്യമായി സദഖകൾ കൊടുക്കുന്നു, പാവങ്ങളെ കാണുന്നു, ജുമാ കഴിഞ്ഞിറങ്ങുമ്പോൾ, ക്ലാസുകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ, വഖത്തുകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ പാവങ്ങളുടെ കണ്ണീരൊപ്പം. അതിനുവേണ്ടി അവർക്ക് നമ്മൾ സദഖ കൊടുക്കും. നിസ്സാര കാര്യമല്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റമദാനായി അല്ലാഹു നമ്മുടെ ഈ റമദാനെ കബൂലാക്കുമാറാവട്ടെ. ഭൗതികതയോടുള്ള താല്പര്യം കുറച്ച് ആത്മീയ മേഖലകളിലേക്ക് നമ്മൾ തിരിയണം. അതിനുതകുന്ന ഒരു റമദാനായി അല്ലാഹു റമദാനിനെ കബൂലാക്കുമാറാവട്ടെ. ആ ദൂരെയുള്ളവരും എല്ലാവരും ഉൾപ്പെടെ എല്ലാവരും കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് ഫ്രണ്ടിൽ വരണം. എല്ലാവരും വരണം, ഒരാൾ ഒഴിയരുത്. ആ ദൂരെ നിൽക്കുന്നവരുൾപ്പെടെ ഒരാൾ പോകരുത്. എല്ലാവരും മുന്നിലേക്ക് വരും. എല്ലാവരും വരും, എഴുന്നേറ്റ് വരും. അല്ലാഹു കബൂലാക്കട്ടെ. ഒരാളും പോകരുത്. എല്ലാവരും അനുസരണയുള്ളവരായിട്ട് എല്ലാവരും അടുത്ത് വരും. അല്ലാഹു നമ്മളെ സ്വീകരിക്കും. അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും വരും, അടുത്തോട്ട്. ഒരാൾ പോകരുത്. മോമിനീങ്ങൾ ആരും പോകാൻ പാടില്ല. എല്ലാവരും അടുത്ത് വരണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.